ഫേസ്ബുക്കിലൊക്കെ വെറുതെ വീഡിയോ ഇട്ടാലും ആയിരക്കണക്കിന് വ്യൂസ് കിട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതായത് ഫേസ്ബുക്കിൽ വീഡിയോ ക്യാഷ് ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു വീഡിയോ അവരെ പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിടുന്ന ഒരു വീഡിയോസിനാണ് പതിനായിരക്കണക്കിന് വ്യൂസ് കിട്ടുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും. പക്ഷേ അവർക്ക് അവരുടെ സെറ്റിങ്സിൽ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ അവർക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങളെ നോർമൽ പ്രൊഫൈല് പ്രൊഫഷണൽ മോഡിലേക്ക് മാറ്റുക. അതേപോലെ പണ്ടൊക്കെ ഫേസ്ബുക്കിൽ 10,000 ഫോളോവേഴ്സും അതേപോലെ ലക്ഷക്കണക്കിന് മണിക്കൂർ വ്യൂസും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആഡ്സ് കാണിച്ച് തുടങ്ങുള്ളൂ. പക്ഷേ ഇപ്പോൾ 5,000 ഫോളോവേഴ്സ് ഉണ്ടായാൽ തന്നെ, അതായത് നിങ്ങൾ പ്രൊഫഷണൽ മോഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ ഒരു പേജ് സെറ്റപ്പിലേക്ക്, അതായത് ഫേസ്ബുക്കിൽ പേജിനാണ് ആഡ് കൊടുക്കുന്നതും അതേപോലെ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റലും. പക്ഷേ ഈ പ്രൊഫഷണൽ മോഡിലേക്ക് മാറുന്നതോടുകൂടി നിങ്ങളെ ആ ഒരു പ്രൊഫൈൽ ഒരു പേജ് രൂപത്തിലേക്ക് മാറും. അപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്ന ആളുകൾ 5,000 എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളെ വ്യൂസ് ഒരു 60,000 മുകളിലേക്ക് കയറി തുടങ്ങുന്ന അന്ന് മുതൽ പരസ്യം കാണിക്കൽ തുടങ്ങും, നിങ്ങൾക്ക് ക്യാഷ് കിട്ടും ചെയ്യും. ഈ ഒരു പ്രൊസീജിയർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രൊഫൈൽ ഓൺ ചെയ്യുക. ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ പ്രൊഫൈലിൽ റൈറ്റിൽ 3 ഡോട്ട് ഉണ്ടാവും, ഡാഷ്ബോർഡിൻ്റെ അപ്പുറത്ത്. ഇത് കണ്ടില്ലേ, ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇവിടെ കാണിക്കുന്നത് ടേൺ ഓഫ് പ്രൊഫഷണൽ മോഡാണ്. ഞാൻ ഓൾറെഡി ഓൺ ചെയ്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളിതിൽ ടേൺ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവില്ല. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ റിവ്യൂ ചെയ്യും. നിങ്ങൾ കോപ്പി റൈറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റോ മറ്റോ എന്തെങ്കിലും ഇതിൽ ഇട്ടിട്ടുണ്ടോ അവർ റിവ്യൂ ചെയ്തിട്ട് 24 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഈ പ്രൊഫഷണൽ മോഡ് ഓൺ ചെയ്യും. ഓക്കെ, അതിനുശേഷം 5,000 ഫോളോവേഴ്സും അതേപോലെ 60,000 വ്യൂസും വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം വരുന്ന ഓരോ വീഡിയോസ് അതേപോലെ അതിനൊക്കെ നിങ്ങൾക്ക് ആഡ്സ് കാണിച്ചു തുടങ്ങും. ഇത് ഓൺ ചെയ്തതിന് ശേഷം എനേബിൾ ക്രൈറ്റീരിയ, മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാനുള്ള ക്രൈറ്റീരിയ കാണിച്ചു തുടങ്ങും. നിങ്ങൾ ഫോണിൽ അതിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതായത് പിന്നീട് ഈ ഒരു എനേബിൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, റിവ്യൂ ചെയ്ത് അവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ക്രൈറ്റീരിയ കാണിക്കൽ തുടങ്ങും. അതായത് 60,000 വ്യൂസ് ഇത്ര ഈ ബാക്കിയുണ്ട്, അതേപോലെ എത്ര ഫോളോവേഴ്സിന് ബാക്കിയുണ്ട്. അതിനുശേഷം അത് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾക്ക് ആഡ്സ് കാണിച്ചു തുടങ്ങും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാ ഫേസ്ബുക്കിൽ പ്രൊഫൈലിൽ നല്ല വ്യൂസ് കിട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ചെയ്തു വെക്കുക. തുടർന്നുള്ള വീഡിയോസിലൊക്കെ അതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ഞാൻ അയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.